ചിക്കൻ ഫജിറ്റ പിസ്സയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. പിസ്സ ഹട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും വാങ്ങിക്കാറുള്ളൊരു പിസ്സയാണിത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ പിസ്സക്കുള്ള മാവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിവിടെ അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈസ്റ്റ് പൊങ്ങാൻ വെച്ചിട്ട്. ഞാൻ ഇവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഇതിലേക്ക് ചേർക്കണം. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സമയമായിട്ടുള്ളൂ ഞാൻ ഇത് പൊങ്ങാൻ വെച്ചിട്ട്. അപ്പോൾ ഈ ഈസ്റ്റ് മിക്സ് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം വീണ്ടും ആവശ്യം വരികയാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. വെള്ളത്തിന് പകരം പാൽ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഈസ്റ്റിൻ്റെ പാത്രത്തിലേക്ക് തന്നെ ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ചേർത്ത ഈസ്റ്റ് മിക്സ് മതിയാവില്ല. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും അല്പം ലൂസായിട്ട് വേണം ഈ മാവ് കുഴച്ചെടുക്കാൻ. അപ്പോൾ കയ്യിലൊട്ടി പിടിക്കുകയാണെങ്കിൽ ഇതുപോലെ കയ്യിൽ എണ്ണ തടവിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുഴക്കാം. അപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ ബൗളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ അല്പം കൂടി എണ്ണ പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് എണ്ണ പുരട്ടിയതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. 2 അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കാം. ആദ്യം നമുക്ക് ചിക്കൻ റെഡിയാക്കണം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കണ്ട, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായിരിക്കും നല്ലത്. ഇതിലേക്ക് 150 ഗ്രാം ബോൺലെസ് ചിക്കൻ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ്റെ അളവ് കുറച്ച് കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഏകദേശം 150 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അല്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ പിങ്ക് കളർ മാറിയിട്ട് ഒരു വെള്ള കളറായിട്ട് വരണം. അത്ര വരെ അല്പം ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരു 3-4 മിനിറ്റ് എടുക്കും ഇതിൻ്റെ കളറൊന്ന് മാറി വരാൻ. കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്കൊരു 4 ചെറിയ അല്ലി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ചേർത്താലും മതിയാവും. അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക. ഞാനിവിടെ ഇതിൽ ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. 4 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ്. വലിയ അല്ലിയാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി. വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചുവന്ന ഉണക്കമുളക് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരുണ്ടാവും. ഇനി നമുക്കിതിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഈ ചിക്കൻ നന്നായിട്ട് വെന്തോളും. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇതിലിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വരെ മഷ്റൂം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മഷ്റൂം നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കാം. ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മഷ്റൂമും ചിക്കനും ഒക്കെ കൂടി ഒരുമിച്ച് നന്നായിട്ട് വഴറ്റാം. ഈ കൂണ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ അതങ്ങ് വെന്തോളും.
ഇതിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന കൂൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സവാളയുടെ പകുതി ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഗ്രീൻ ക്യാപ്സിക്കം, അതുപോലെ യെല്ലോ ക്യാപ്സിക്കം, അതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ 4/1 മാത്രം, അതുപോലെ ഒരു ചെറിയ കഷ്ണം റെഡ് ക്യാപ്സിക്കം. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം എടുത്താലും മതി. കുറേ കളറൊന്നും ചേർക്കണമെന്ന് നിർബന്ധമില്ല. സവാളയും ഗ്രീൻ ക്യാപ്സിക്കവും മാത്രം ചേർത്താലും മതിയാവും. പിന്നെ റെഡും യെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിരിക്കും. അപ്പോൾ ഇത് 4ഉം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് വരെ വഴറ്റുക. ഉള്ളിയും ക്യാപ്സിക്കവും ഒക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. വഴറ്റിയതിന് ശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വരെ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയൊക്കെ കുറച്ച് സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ആ സമയത്താണ് ഒറിഗാനോ ചേർക്കേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ ഈ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഒറിഗാനോ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുകയാണ്. പിസ്സ റെഡിയാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ട്രേ ആണിത്. അപ്പോൾ ഇതിൽ ഇതേ അളവിലുള്ള ഒരു കഷ്ണം ബട്ടർ പേപ്പറും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിലാണ് നമ്മൾ പിസ്സ ബേക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഞാനിത് കുഴച്ച് വെച്ചിട്ട്. അപ്പോൾ കയ്യിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം നമുക്കിതൊന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ബട്ടർ പേപ്പറിൻ്റെ അതേ ഷേപ്പിൽ, അതായത് ട്രയാങ്കിളായിട്ട് ഈ ബട്ടർ പേപ്പർ മുഴുവനായിട്ട് ഇത് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം ഈ ബട്ടർ പേപ്പറോട് കൂടി ഇതെടുത്തിട്ട് ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം സൈഡൊക്കെ കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി പാത്രത്തിൻ്റെ അതേ ഷേപ്പിലാക്കി കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ഫോർക്കോ കത്തിയോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിറയെ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. സൈഡിൽ ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് വരെ ബാക്കി വെച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു തുണിയിട്ട് കവർ ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കാം. നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാം. ഞാനിവിടെ 200 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. 200 ഡിഗ്രി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കൺവെക്ഷൻ മോഡിൽ വെക്കാം. പിസ്സ ബേക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് കൺവെക്ഷൻ മോഡിലാണ്. അപ്പോൾ ഞാൻ കൺവെക്ഷൻ മോഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ടൈമർ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിതിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഞാൻ 20 മിനിറ്റ് വെക്കുന്നുണ്ട്, പക്ഷേ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ വെച്ചാലും മതിയാവും. അപ്പോൾ ഓവൻ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. പ്രീ ഹീറ്റ് ആയതിനു ശേഷം നമുക്ക് പിസ്സ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ആ സമയത്ത് നമുക്ക് പിസ്സയ്ക്കുള്ള സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പാണ്. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ്, അതായത് വെളുത്തുള്ളിയുടെ പൗഡറാണ്. പൗഡർ ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഏകദേശം 3/4 ടീസ്പൂൺ വരെ ബാസിൽ ലീവ്സ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർക്കാം. 1 ടീസ്പൂൺ വരെ ഒലീവ് ഓയിൽ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഒരു 1-2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പിസ്സ സോസാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കവർ ചെയ്ത് വെച്ച പിസ്സ പുറത്തേക്ക് എടുക്കുക, അതായത് പിസ്സയുടെ ബേസ് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച സോസ് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലൊരു 3/4 ഇഞ്ച് ഭാഗത്തോളം ബാക്കി വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഇത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് നല്ലോണം സോസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാം. ഞാൻ പൊതുവേ പിസ്സയ്ക്ക് ഇത്രയും സോസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ചീസ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചെഡാർ ചീസും കൂടി ഞാൻ ഇതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട്. മൊസറല്ല ചീസ് മാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി, ചെഡാർ ചീസ് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ചെഡാർ ചീസും കൂടി ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് വരും.
അപ്പോൾ ചീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കനും ക്യാപ്സിക്കും ഒക്കെ അങ്ങ് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് നിരത്തി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഞാൻ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ക്യാപ്സിക്കം റൗണ്ടായിട്ട് കട്ട് ചെയ്തത് 4 സൈഡിലുമായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒലീവ്സ് ഇല്ല. അപ്പോൾ ഒലീവ്സ് ഉണ്ടെങ്കിൽ പിസ്സ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 200 ഡിഗ്രിയിൽ തന്നെ ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. കൺവെക്ഷൻ മോഡിൽ 200 ഡിഗ്രിയിൽ തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് 20 മിനിറ്റ് ബേക്ക് ചെയ്യും. ഈ ഓവനിൽ എനിക്ക് 20 മിനിറ്റ് സമയം കൊണ്ടാണ് പിസ്സ പൊതുവേ ഞാൻ ഉണ്ടാക്കാറുള്ളത് 20 മിനിറ്റ് സമയം എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഓവൻ്റെ ടൈം ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും, അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ 20 മിനിറ്റ് ഞാൻ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 20 മിനിറ്റ് ആയിട്ട് ഓവൻ ഓഫായിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് പിസ്സ പുറത്തേക്ക് എടുക്കാം. നമ്മുടെ പിസ്സ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്, നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ചിക്കൻ ഫജീറ്റ പിസ്സ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. പിന്നെ ഓവനില്ലാത്തവർക്കാണെങ്കിൽ ഞാൻ ഒരു മിനി പിസ്സയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു, ഓവനില്ലാതെ പിസ്സ ഉണ്ടാക്കുന്നത്. അതിലും ഇതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഓവൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കാവുന്നതാണ് ഓവനില്ലാത്തവരാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്